ആകെ ചടച്ചിന് രണ്ടാള് വന്ന്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് തഞ്ചാവൂരാണുള്ളത്. ഇവിടെ നമ്മള് പുലർച്ചെ ഒരു എത്ര മണി എത്തി? ഇവിടെ 6 മണിയൊക്കെ ആയപ്പോ എത്തി. നമ്മള് റൂം എടുത്താട്ടോ. ഇപ്പൊ ഏകദേശം ഒരു 9 മണിയായി. കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങി ഒന്ന് കുളിച്ച് വന്നാട്ടോ. ചായ കുടിക്കണം, എന്നിട്ട് വേണം നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പെരിയന്റെ മുകളിലേക്ക് പോകാൻ കേട്ടോ. നമ്മള് ചായ കുടിക്കാൻ ഇറങ്ങിയതാട്ടോ. പക്ഷെ ഇവിടെ വലിയ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ആ സൈഡിൽ എന്തോ കാണുന്നുണ്ട്. എടോ ഇതോ ഹോട്ടല്, ഇത് തൊട്ട് സൈഡിൽ തന്നെ ഹോട്ടൽ വെച്ചിട്ട് നമ്മള് നേരെ അപ്പുറത്തേക്ക് പോയി നോക്കി കേട്ടോ. ഇവിടെ കേറാന്ന്. ഇവിടെ വെജിറ്റേറിയനാ. നമുക്ക് വടയും ചമ്മന്തി ആക്കാം. നെയ്റോസ്റ്റ് പറഞ്ഞിട്ട് ചേച്ചി മൈൻഡ് ആക്കില്ല. നെയ്റോസ്റ്റ് പറഞ്ഞിട്ട് ചേച്ചി മൈൻഡ് ആക്കില്ല. പറയാൻ നേരമില്ല ഓലിക്ക്. വേറെ ചോട് അത് പറയാനൊന്നും സമ്മതിക്കണ്ട. പൊങ്കലിന് ഞാൻ കേട്ടിട്ടുണ്ട്, തമിഴ്നാട് പൊങ്കൽ. വെറുതെ ഒന്ന് വാങ്ങി വെക്കാം. ആ നെയ്റോസ്റ്റ് ആണല്ലോ. അതോ പൊങ്കല് വന്നിട്ടുണ്ട് കേട്ടോ. കഴിച്ചു നോക്കട്ടെ. എടോ ഒന്ന് ചോറാണോ? വലിയ ലൈക്കായില്ല. ടേസ്റ്റ് ഇന്നത്തെ വെച്ചാൽ ഒരു ഓവർ കുഴഞ്ഞിട്ട്. ഇഷ്ടമായോ? ഇതോട് ഈ ഓർഡർ ചെയ്ത സാധനല്ലേ? കഴിച്ചോ കഴിച്ചോ. നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിട്ടോ. കഴിച്ചിൽ ആകെ ഇഷ്ടപ്പെട്ടത് നെയ്റോസ്റ്റാ. ബാക്കിയൊന്നും ഒന്നിനും കൊള്ളത്തില്ല. നെയ്റോസ്റ്റിന് 110 ഉറുപ്പ്യ. നെയ്റോസ്റ്റിന് 110 ഉറുപ്പ്യ. പല്ല് തേക്കണം. അത് പിന്നെ അത് ചായ കുടിച്ചു. അങ്ങനെ ഞങ്ങളെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. ഇതാണ് അപ്പൊ ഞങ്ങളുടെ 2 പേരുടെയും ഫൈനൽ ലുക്ക്. കമന്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ. ഇന്നിപ്പോ നമ്മൾ ഓട്ടോന് പോണം കേട്ടോ. അങ്ങോട്ടേക്ക് ആകെ 1.5 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ എല്ലാരും 100 രൂപ ചോദിക്കുന്നത് ഓട്ടോ ചാർജ്. വെയിലത്ത് നല്ല ഭംഗിയില്ല നമുക്ക്. ആ അത്യാവശ്യം അപ്പുറത്തെ സൈഡിലായിട്ട് ഈ സൈഡിലാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ചോദിക്കാം. പെരിയ കൊണ്ടിട്ട് പോണോ വൈ എങ്കിൽ. അപ്പൊ എല്ലാവരും ഇപ്പുറത്താ നിക്കട്ടെ, അപ്പുറത്തല്ലാതെ. നമ്മളങ്ങനെ തഞ്ചാവൂർ ബിഗ് ടെമ്പിളിൽ എത്തിട്ടോ. ഇതാണ് അവിടുത്തെ ഫ്രണ്ട് വ്യൂ. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമല്ലേ ഇവിടുത്തെ വ്യൂ കാണിച്ചാ. ചിലപ്പുണ്ടില്ലേ? ആ സൈഡിലുണ്ട്. മുല്ലപ്പൂ വേണോ അല്ലെങ്കിൽ മറ്റേ മല്ലി? അത് വേണോ? മല്ലിയോ?
അത് വേണ്ട, മുല്ലപ്പൂ പോരെ. അത് കേവലോ ഒരു മുല്ലയ്ക്കോ? ജാസ്മിൻ എവ്വളോ? ഇത് 50 தானா? ഇത് കുറേ ഉണ്ട്. എന്താ വെയില്, സൂപ്പർ. തലയിൽ വെക്കും. അങ്ങനെയോ? എന്നാ ഞാൻ വെക്കാം, നിങ്ങൾ വീഡിയോ എടുത്താൽ മതി. ആവട്ടെ, നമ്മളില്ലേ ഈ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ചെരുപ്പൊക്കെ ഇവിടെ ടോക്കനിൽ വെക്കണം കേട്ടോ, എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഈ 82 ഇതാരും വന്ന് എടുത്തിട്ട് പോവോ? ഏയ്, ആ ചെരുപ്പല്ലേ പുതിയതാ? ഒക്കെ എന്റെ പുതിയതാ. ഇതിന്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. അവിടുന്ന് ഞങ്ങളെ കണ്ടപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് എടുക്കാൻ പാടില്ല, ഫോട്ടോസ് മാത്രമേ പറ്റുള്ളൂ. എന്നാലും നമ്മൾ മാക്സിമം അടന്നുകൊടുന്നൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കും. ഉള്ളിലെത്തിക്ക് ഇനിയിപ്പോ ആരെ പൊക്കോന്നറിയില്ല. എൻട്രി തന്നെ ഒരാൾ പൊക്കി. നമുക്ക് മാക്സിമം കിട്ടുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ എടുക്കൂട്ടോ. ആകെ തേഞ്ഞ് കേസ്. സെക്യൂരിറ്റി വന്നിട്ട് ഫോണ് ചെക്ക് ചെയ്ത് ഫോണിലുള്ള എല്ലാ വീഡിയോസും, ഒരുവിധം വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത്, പുറത്തുനിന്നില്ല അതിൽ വെച്ചിന്, ബാക്കിയുള്ളൊക്കെ ഡിലീറ്റ് ചെയ്യിച്ചു. ഇവിടെ റീൽസ് അലൗഡ് അല്ല, ഫോട്ടോസൊക്കെ എടുക്കാം, റീൽസ് വീഡിയോസ് ഒന്നും അലൗഡ് അല്ല എന്നാ പറയുന്നത്. ഒന്നും പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ, ഉള്ളിന്ന് കുറേ വീഡിയോസും കുറേ ഇതൊക്കെ എടുത്തിരുന്നു, റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആ പുതിയ ധാവണി, ഞാൻ പുതിയ ഷർട്ട് ഒക്കെ വാങ്ങി വന്നു കഴിഞ്ഞു റീലെടുക്കാനും ഇതിനൊക്കെ. എന്തോ 1-2 ഉണ്ട് തോന്നുന്നു, ബാക്കിയൊക്കെ മൂപ്പര് ഡിലീറ്റ് ആയി കഴിഞ്ഞു. ആകെ ചടച്ചിന്. രണ്ടാള് വന്ന് റീസെന്റ് ഡിലീറ്റ് ആക്കുകയും ചെയ്ത്, പിന്നെ റീസെന്റ്ലിന്നും ഡിലീറ്റ് ആക്കിപ്പിച്ചാൽ വല്ലാത്ത ചെങ്ങൈമാര്. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളിത് പുറത്തിറങ്ങിട്ടോ. ഇനിയിപ്പോയിട്ട് നമ്മൾ പോണേ അപ്പൊ തഞ്ചാവൂർ പാലസിന് കാണാം. ഓക്കെ, എന്താ പറഞ്ഞേ? പോവാ, അത് വേണ്ട. அதோட மரத்தோட இலை இதுல இருந்து தானே இது வர. എന്തൊരു ഒരു പഞ്ചസാര കളിക്കാൻ മാതിരി ഉണ്ടല്ലേ? ചെറിയൊരു ടൈപ്പ് പോലെ മധുരം പോലെ. ഇഷ്ടമായില്ല? എനിക്ക് ഇഷ്ടമായോ? എന്താ തന്നെയാ? ಒಂದು 2 ಕಿಲೋಮೀಟರ್ 100 வாங்குறோம். இது வந்து 7 கிலோமீட்டர். 7 கிலோமீட்டர் எவ்வளவு வாங்குறா? നമ്മള് പാലസിലേക്ക് പോകട്ടെ. ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. കൊറേ ഞങ്ങൾ ഓട്ടോ ഭയങ്കര ചാർജാണ്. 1 കിലോമീറ്റർ പോകാൻ 100 രൂപ. അപ്പൊ ഞങ്ങള് വെച്ച് കുറച്ച് വയ്യാണ്ടായിട്ട് ഓട്ടോ കയറി ഒരു 60 ഉറുപ്പയ്ക്ക് ഓക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇല്ലാണ്ട് രക്ഷയില്ല, അമ്മാതിരി വെയില, നടക്കാൻ പറ്റില്ല. പാലസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണോ പാലസ്? ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ആദ്യം. എത്ര റേറ്റ്? ടിക്കറ്റ് എത്രയാ? 200. ആ, ഫോറിനേഴ്സ് അല്ല, ഇന്ത്യൻസ് 50. അപ്പൊ ഫോറിനേഴ്സിന്റെ പേര് നല്ല ചാമ്പലല്ലേ? വീഡിയോ എടുക്കാൻ 150 വേറെ കൊടുക്കണം. വീഡിയോ എടുക്കാൻ 150 കൊടുക്കണോ? ആ, തേനി എങ്ക തൊട്ടാലും പൈസ.
ഏത് വഴി പൈസ പോകുന്നു മനസ്സിലാക്കി. വീഡിയോ എടുക്കണേ 150 കൊടുക്കണം. ഒരു വീഡിയോ നോക്കണം, അത് പിന്നെ ഓക്കെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചാലും. പക്ഷെ ഓട്ടോ ചാർജ് ആണ്, അത് ഞാൻ മറക്കൂല. പിന്നെ നെയ് റോസ്റ്റ് 110, അതും മറക്കൂല. മൊത്തം എവിടെ തൊട്ടാലും ഇവിടെ പൈസ. ഇപ്പൊ നമ്മള് കേരളത്തിൽ നിന്ന് വന്നാന്ന് അറിഞ്ഞിട്ട് ഇവര് ചമ്പ് തന്നോന്ന് അറിയില്ല കേട്ടോ. നല്ല പൈസ എന്തായാലും. അങ്ങനത്തെ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് കയറിട്ടോ ചന്തയ്ക്ക് പോകുമ്പോലെ പോണം. വേഗമൊക്കെ ഇവിടെ നമുക്ക് ഉള്ളിൽ കേറിയുണ്ട്, പക്ഷെ ഇവിടെ ഫോട്ടോസ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. നമ്മള് മ്യൂസിയത്തിനുള്ളിലല്ലേ കയറിയത്? ഇപ്പൊ ലൈബ്രറി, സരസ്വതി ലൈബ്രറി കയറിട്ടോ. അവിടെ ഫോട്ടോ വീഡിയോ ഒന്നും പറ്റില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലല്ല എൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറെ സംഭവങ്ങൾ നല്ലോണം നോക്കി പഠിക്കണം. കുറെ പഴയ കാലത്തെ ബുക്കുകളും ആർട്ടിസ്റ്റുകളെ ചിത്രങ്ങളും അങ്ങനെ കുറെ തമിഴും ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നോക്കിയായിരുന്നു. അധികവും തമിഴ് തന്നെയുള്ളത്. അപ്പൊ ഒന്നും മനസ്സിലാത്തോണ്ട് നമ്മൾ വേഗം ഇറങ്ങി. പിന്നെ നമ്മള് ബെൽ ടവർ, പിന്നെ ഇവിടെ കുറെ ആർട്ട് ഗാലറിയും പിന്നെ ബെൽ ടവറും ഒക്കെ ഉണ്ട് പോവാൻ. അപ്പൊ അവിടെയൊക്കെ ഒന്ന് പോവാം. കാണുന്നില്ല വൈക്ക്. നമുക്ക് കുറെ നല്ല നല്ല ഫോട്ടോസ് ഒക്കെ ഇവിടെ കിട്ടിട്ടോ. നമുക്കല്ല, എനിക്ക്. ഇവിടെ എന്തോ ആൾക്കാരെ ഒന്നും കാണുന്നൊന്നുമില്ല. കൊറേ സ്റ്റെപ്പ് വളഞ്ഞു തിരിഞ്ഞ്. അല്ല, ഇത് എങ്ങോട്ടേക്കാന്ന് അറിയോ? സ്റ്റെപ്പ് കണ്ട് കേറി എങ്ങോട്ടേക്കാന്നൊന്നും അറിയില്ല. അയ്യോ, ഞാൻ വീഴുട്ടപ്പോ കുഞ്ഞി സ്റ്റെപ്പാട്ടോ. ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ അപ്പുറത്തേക്കൊക്കെ നല്ല വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ആ, കൊള്ളാല്ലേ? നല്ല ഫോട്ടോസ്. അങ്ങനത്തെ എന്തോ വിഗ്രഹമാണത്. അത്രയും പഴക്കമുണ്ടാവൂലേ? പക്ഷെ നല്ല രസമുണ്ട് ഓരോന്നും കാണാൻ. ഈ മേനകരമ്പ അതാണോ? നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ, അതുകൊണ്ട് നമ്മള് ഒന്നും പറയുന്നില്ല. അങ്ങനെ നമ്മള് പോവാണ് കേട്ടോ. ഇത്രയുള്ള വീഡിയോയിലൊന്നും പറയാനൊന്നും പറ്റില്ല. മ്യൂസിയത്തിനെ കുറിച്ച് പറയാനൊന്നും നമുക്ക് ആധികാരികമായിട്ട് അറിയത്തില്ല. 3% ഫോണിൽ പോവും. അപ്പൊ ബൈ.